So, hello guys, welcome to another video of Shana Stocks. ചത്താപ്പച്ച സിനിമ 2-3 ദിവസം മുമ്പ് OTT-ൽ ഇറങ്ങി. അപ്പൊ അത് കണ്ട്. അപ്പൊ എനിക്കിപ്പം തിയേറ്ററിൽ പോയൊന്നും സിനിമ റിവ്യൂ ഇടാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് OTT-ൽ കണ്ട സിനിമ നമുക്ക് കണ്ടിട്ട് സ്പോയിലർ ഉൾപ്പെടെ റിവ്യൂ പറയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ സ്പോയിലർ റിവ്യൂ പറയുന്നതിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ നമുക്ക് കൂടുതലായിട്ടിലേക്ക് അത് വീഡിയോയിലേക്ക് പോവാം. കൊച്ചു വീഡിയോ ആയിരിക്കും, കാരണം എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ സിനിമ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്പോയിലർ ഉൾപ്പെടെ പറയാനുള്ള അഭിപ്രായം നമുക്ക് കണ്ടത് പറഞ്ഞിട്ട് പോവാം. സോ വെൽക്കം ടു ദി വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ അഭിപ്രായങ്ങളാണ്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും അത് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. എന്റെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ദഹിക്കുമായിരിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ദഹിക്കണം എന്ന് ഇല്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാരും ഈ സ്റ്റാറ്റസ് ഇട്ട് മറിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് വരണ കണക്കോ ഒന്നും അത്ര മാസ് പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വൺ ടൈം വാച്ച്, ഒറ്റ തവണ കാണുക കളയുക എന്നുള്ളൊരു സംഭവത്തിൽ തന്നെയാണ് എനിക്ക് സിനിമ തോന്നിയത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ഒരു കഥ ഫീൽ ചെയ്തില്ല, നല്ലൊരു കഥ ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ കുറെ ആൾക്കാർ പറഞ്ഞ് അതില് അർജുൻ അശോകൻ ഭയങ്കര മാസ്, മറ്റേ പയ്യൻ ഭയങ്കര മാസ്, റോഷൻ കിടിലം. എനിക്ക് സത്യത്തിൽ ആകാതെ തോന്നിയത് വിശാൽ നായർ മാത്രമാണ് ഇത്തിരി ഒരു നല്ലൊരു പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നിയത്. ബാക്കി അർജുൻ അശോകന് കുറച്ചുകൂടെ ഒരു സ്പേസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി സിനിമയിൽ. കാരണം എനിക്ക് വേണ്ട ഇത് കിട്ടുന്നില്ല. പിന്നെ റോഷന്റെ ഇത് കുഴപ്പമില്ല. റോഷന്റെ കുഴപ്പമില്ലാത്ത രീതിയിൽ റോഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റേ മാർക്കുല പയ്യനും അവനും ഓക്കെയാണ്. പിന്നെ സിദ്ദീഖിനെയൊക്കെ എന്തിനോ കൊണ്ടുവന്നിട്ടേക്കുന്നു. എന്തിനു കൊണ്ടുവന്നിട്ടേക്കുന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആ സിദ്ദീഖിനെ പോലെ വേറെ ഏതെങ്കിലും നടന്മാരെ കൊണ്ടിട്ടേണ്ട ആവശ്യമുള്ളായിരുന്നു. നേരത്തെ ഒരു റോൾ ചെയ്യാനായിട്ട് സിദ്ദീഖിനെ പോലെ ഭയങ്കര കാലിബറുള്ള ഒരു നടന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫൈറ്റ് സീൻസ് കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ റെസ്ലിംഗ് ബേസ്ഡ് ആയതുകൊണ്ട്, WWE ബേസ്ഡ് ആയതുകൊണ്ട് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ കണക്ക് ഈ കഥ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു കഥ കൊണ്ടുവന്നിട്ട് മറ്റേ ചെറിയാന്റെ ഗ്യാങ്ങും ഇവരുടെ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു റെസ്ലിംഗ് ഫൈറ്റ് ഒക്കെ കുറച്ചുകൂടെയൊക്കെ നീട്ടി വലിച്ച്, അതായത് ഈ ഒരു കഥയില്ലാതെ 2.5 മണിക്കൂർ എന്തൊക്കെയോ കാണിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അവസാനം കൊണ്ടുവരാൻ വേണ്ടി മാത്രം പിടിച്ചൊരു സിനിമ കണക്ക് എനിക്ക് തോന്നി. മമ്മൂട്ടിയെ ലാസ്റ്റ് കൊണ്ടുവന്ന് മമ്മൂട്ടിയുടെ ക്യാമിയോ കാണിക്കാൻ വേണ്ടി മാത്രം പിടിച്ചൊരു സിനിമ പോലെ എനിക്ക് ചത്താപ്പച്ച ഫീൽ ചെയ്തു. കാരണം അതിനകത്ത് കഥയെന്ന് പറയാനായിട്ട് തന്നെ എനിക്ക് ഇതായിട്ടില്ല. ചിലപ്പോ എന്റർടൈൻമെന്റ് പർപ്പസ് മറ്റേ അല്ലാതെ നോ ലോജിക് ഓൺലി മാഡ്നസ് ടാഗൊന്നും ഞാൻ പോസ്റ്ററിലൊന്നും കണ്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മറ്റേ തിയേറ്റർ റിവ്യൂ ഒക്കെ കണ്ടപ്പം പറഞ്ഞായിട്ട് കിട്ടുന്ന സാധനമായിരിക്കും, 2.5 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നീക്കാം, നല്ല എൻജോയ് ചെയ്ത് പോവാന്നൊക്കെ വിചാരിച്ച് കണ്ടുകൊടുത്തപ്പോ എനിക്ക് വൺ ടൈം വാച്ച് ആയിട്ടാണ് സത്യത്തിൽ ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് പറഞ്ഞത് തന്നെ ഫൈറ്റ് സീൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. കാരണം അവര് ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഷോ, പിന്നെ ഒരു പാട്ടിലാണ് ഈ അടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ അത് തന്നെ ക്ലൈമാക്സിലൊരു ഫൈറ്റോ, ഇത്രേ ഉള്ളൂ. ഒരു ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. കുറച്ച് ചാക്കാമാവസ്ഥയില് റെസ്ലിംഗ് ബേസ്ഡ് WWE റെസ്ലിംഗ് ബേസ്ഡ് സാധനങ്ങളെല്ലാം കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് കഥയില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഇത്തിരി ഈ 2 മണിക്കൂറിന് വർത്താക്കി തോന്നിക്കാനായിട്ട് ഈ എല്ലാ വിശാൽ നായകന്റെ ഗ്യാങ്ങും ഇവര് ഒരു ഇതുമായിട്ടുള്ള ഒരു ആക്ച്വൽ ഫൈറ്റ് നമ്മളൊരു സാധാ ആക്ഷൻ മൂവിയിലൊക്കെ വരുന്ന പോലെ മറ്റേ ജിങ്കാനയിലൊക്കെ കാണിക്കുന്ന തിറങ്ങുന്ന മാച്ചുകളൊക്കെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വില്ലന്റെ സൈഡിലും കൂടെ കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു
സ്പോർട്സ് സ്പിരിറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് സത്യത്തിൽ എനിക്ക് ഗൂസ് ബംസ് മൊമെന്റ് ഒന്നും കിട്ടിയില്ല. മമ്മൂട്ടി വന്നപ്പോഴും ഒന്നും കിട്ടിയില്ല. പിന്നെ മമ്മൂട്ടിയുടെ ക്യാമിയോ ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. തിയേറ്റർ റിവ്യൂവിന് സമയത്തും ഉണ്ടായിരുന്നു. OTT ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ കൂടി. പക്ഷെ എനിക്ക് തോന്നുന്ന മമ്മൂട്ടിയുടെ റോളിന് മമ്മൂട്ടിയുടെ ക്യാമിയോ ഓക്കെയാണ്, കുഴപ്പമില്ല. അത് ട്രോളാനായിട്ടുള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് കൊടുത്ത ഡയലോഗ്സ് ആണ്. ഞമ്മ ഇല്ലാത്തപ്പ നിന്നെ വന്ന് സീനാക്കേണ ഏടാ, ഇമാതിരി തൊലിന്റെ ഡയലോഗ്സ് കാരണമാണ് മമ്മൂട്ടിയുടെ ഓള കുളമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പക്ഷെ കുളമായ എനിക്ക് തോന്നിയില്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഡയലോഗ്സ് കേൾക്കാൻ ഇത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര നാള് അച്ഛന്റെ അടുത്ത് പോവാത്ത കൊച്ചു മമ്മൂട്ടി വന്നെടുത്ത് തോളിൽ വെച്ച ഉടനെ അച്ഛന്റെ അടുത്ത് പോയി ഇവിടെ ഒരു സ്റ്റാറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. അതൊക്കെ എന്താണെന്ന് എനിക്കൊരു കൊടുത്തുമില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അവര് ബോട്ട് കൊടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതില് അറ്റ്ലീസ്റ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ ആൾക്കാർ വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്നതെങ്കിലും ഈ ഓട്ടിച്ചു പോയതിന്റെ ഇടയിൽ കാണിക്കായിരുന്നു. എന്നാലല്ലേ നമുക്ക് കാണുന്നവർക്ക് ഒരു ഇത് വരത്തുള്ളൂ. ഒരു അറിയാം ടിക്കറ്റ് എടുത്തായിരിക്കും കേൾക്കണമെന്ന്, എന്നാലും ഒരു ലോജിക്കിന്റെ ഇതിലായിട്ട് ടിക്കറ്റ് എടുക്കുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ സീനെങ്കിലും ഒക്കെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാനായിട്ട് തിരക്കിയൊക്കെ നിൽക്കുന്നതും തള്ളുന്നതൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടില്ല. എനിക്ക് അതില് ഞാൻ പറഞ്ഞ കണക്ക് അതിലൊന്നുമില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ക്യാരക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖ് മേനോന്റെ ക്യാരക്ടർ. പുള്ളിയുടെ ബോഡി സെറ്റ് ബോഡി, പുള്ളി നല്ല വർക്കൗട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സ്വാഗുണ്ട്, സാധനമുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി പക്ക വൃത്തിയായിട്ട് ചെയ്ത്. അതിന് അശോകന് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും സീനോ കാര്യങ്ങളോ കുറച്ചുകൂടെ ഒക്കെ സ്പേസ് കൊടുക്കാമായിരുന്നു. ഇത് എനിക്ക് കണ്ടിട്ട് മറ്റേ എല്ലാം ഒരു RDX ടൈപ്പൊക്കെ പിടിക്കാനായിട്ടൊക്കെ എവിടെയൊക്കെ നോക്കി, നടന്നില്ല. RDXല് നമ്മളെ മറ്റേ ഷൈനികായിട്ടാണ് റോഷൻ അവിടെ അവതരിപ്പിച്ചേക്കുന്നത്. റോഷന് കുറച്ച് ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത്. പിന്നെ റോഷൻ ജയിലിനകത്ത് പോകുന്ന കുറച്ചെന്തോ വലിയ പരിപാടി. എന്താണോ പരിപാടി എന്ന് അവര് റിവീൽ ചെയ്യുന്നില്ല. ഒരു സുഖമില്ല, റിവീൽ ചെയ്യാത്തതുകൊണ്ട് അതിലൊരു സുഖമുള്ള പരിപാടി ഇല്ല. പിന്നെ മെയിനായിട്ട് തോന്നിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലഘട്ടമാണ് അവർ കാണിക്കുന്നത്. ചോട്ടാ മുംബൈയൊക്കെ ഇറങ്ങിയതൊക്കെ വെച്ച് അവര് കഥ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രസന്റ് കാലഘട്ടമാണ്. പ്രസന്റ് കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം കൊച്ചിയിൽ നടക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശാഖ് മേനോൻ എന്തിനൊരു വിന്റേജ് കോസ്റ്റ്യൂം ഒക്കെ ഇടണം, വിന്റേജ് ഒരു ബെൻസ് യൂസ് ചെയ്യണം, അതിന് അശോകൻ ഒരു SD യൂസ് ചെയ്യണം. അവര് വിന്റേജ് കാലഘട്ടം, അത് പഴയ കാലഘട്ടമാണ്, അവര് 90s ഒക്കെയാണ് അവര് കാണിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ലിറ്റിൽ എന്ന് പറഞ്ഞ കഥാപാത്രം ജെൻസി ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്. എനിക്കങ്ങോട്ട് അത് കറക്റ്റ് ഒരു സുഖം കിട്ടില്ല. ഏത് കാലഘട്ടമാണ് അവർ ഉദ്ദേശിക്കുന്നത്? പ്രസന്റ് ആണോ അതോ ഒരു early 20s ആണോ അതോ early 90s ആണോ, അല്ലെ early 90s അല്ലെ 90s ആണോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടില്ല. കാരണം ചില സ്ഥലത്ത് അവർ വിന്റേജ് സാധനങ്ങൾ, വിന്റേജ് ഡ്രസ്സും ചില ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നു, ചിലര് ജെൻസി ടൈപ്പ് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു കണ്ടിന്യൂറ്റി, ഒരു പെർഫെക്ഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം, അതിഭീകര ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞൊക്കെ റിവ്യൂ ഒക്കെ വരുന്നതായിട്ട് എനിക്കതില് ആകെ നല്ലൊരു ഫ്രെയിമായിട്ട് തോന്നിയ ആ ചോക്സ്ലാം അടിക്കുന്ന ഒരു ഫ്രെയിം, അത് കൊള്ളാം. അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ WWE ഫൈറ്റിന്റെ ഇടയ്ക്ക് ഫൈറ്റ് അവർ കാണിച്ചേക്കുന്ന എല്ലാം നല്ല നൈസ് ആക്ഷൻ മൂവ്മെന്റ്സും ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം. പക്ഷേ ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് അതില് രണ്ടുപേര് തമ്മിലുള്ള ആക്ച്വൽ ഫൈറ്റാണ്. ആ ഫൈറ്റ് നമ്മൾ ആക്ച്വൽ ഫൈറ്റായിട്ട് വിചാരിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സ്പിരിറ്റും എനർജിയൊക്കെ കിട്ടും. പക്ഷെ ഇതവര് ഓൾറെഡി ആ സിനിമയില് അവർ ആക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്
സിനിമ കാണുന്നവർക്ക് അറിയാലോ, അവർ ആക്ട് ചെയ്യണമല്ലോ, ഒറിജിനലി അവർ ആക്ട് ചെയ്യണമല്ലോ. ആ ഒരു സീനിൽ തന്നെ അവര് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, ആൾക്കാരെ കൂട്ടാൻ വേണ്ടി, അവർ ഈ എന്റർടൈൻമെന്റിന് വേണ്ടി ഈ പരിപാടി കാണിക്കുന്നു. അത് അവര് തന്നെ ആക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതാണെന്ന് അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ഒരു എനിക്കൊരു എനർജിയും കാര്യമൊന്നും, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് സംഭവം ഗൂസ്ബംസോ അങ്ങനത്തെ ഒന്നും ഈ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. അവര് ആക്ട് ചെയ്യുക, അവിടെ ഇറങ്ങിയ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കാനായിട്ട് അവർ ആക്ട് ചെയ്യുവാണ്. ആ ഒരു ഇതിൽ കണ്ടുപോയോണ്ട് ലാസ്റ്റ് സീനിലൊക്കെ വരുന്ന ആക്ച്വൽ ഫൈറ്റ് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല, സത്യത്തിൽ ഒന്നും തോന്നിയില്ല. മറ്റേത് കണക്കിരുന്ന് കണ്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്ന് വലിയ വ്യത്യാസം പോലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിയേറ്ററിൽ പോയാണ് ഇത് കണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ സിനിമ എൻജോയ് ചെയ്യുന്നത് തിയേറ്ററിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒരേ കണക്കാണ്. എനിക്കിപ്പോ ആൾക്കാരെ സൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്നോ, ഫോണിൽ കാണുന്നോണ്ട് എന്തെങ്കിലും കുറഞ്ഞു പോകുമെന്നോ എനിക്ക് തോന്നില്ല. കാരണം ഞാൻ സിനിമ എപ്പോഴും എൻജോയ് ചെയ്യുന്നതും നോക്കി കാണുന്നതും ഒരേ രീതിയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോ തിയേറ്ററിൽ പോയി കണ്ടിട്ടാണെന്ന് എന്റെ റിവ്യൂ ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ഇരുന്നെന്നുണ്ടെങ്കിൽ സെയിം അഭിപ്രായമായിരിക്കും ഞാൻ പറയാൻ ഇരുന്നത്. പിന്നെ വൺ ടൈം വാച്ച് പടം ആലപ്പുഴ ജിങ്കാന വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ആലപ്പുഴ ജിങ്കാനയില് സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ലോജിക് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇതില്. അതായത് ആലപ്പുഴ ജിങ്കാന ഒരു പടിയിൽ ഒന്നാമത്തെ പടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ പടിയിൽ. ആലപ്പുഴ ജിങ്കാനയിൽ ഒട്ടും ലോജിക് ഇല്ല, സ്റ്റോറി ലൈൻ ഇല്ല. അവര് ബോക്സിങ്ങിന്റെ അമേച്ചർ കുറച്ച് ആക്ഷൻ സീക്വൻസ് കാണിക്കാനായിട്ട് എടുത്ത പടം. ഇത് മമ്മൂട്ടിക്ക് ഒരു ക്യാമിയോ കൊണ്ടുവരാനായിട്ട് എടുത്ത പടം. പിന്നെ ഇവിടേക്ക് കുറച്ച് കഥ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഇതൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന, ഒരുപാട് 90s കിഡ്സിനൊക്കെ നൊസ്റ്റാൾജിക് ഫീൽ കൊടുക്കുന്ന ഒരു റെസ്ലിംഗ് ബേസ്ഡ് പടം. അപ്പൊ റെസ്ലിംഗിന്റെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ പോയി തിയേറ്ററിൽ പോയി കണ്ടവർക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിക്കാണും, എന്റർടൈനിങ് ആയിട്ട് തോന്നിക്കാണും. ഇതൊന്ന് പണം കുറച്ചൊക്കെ ഓടിക്കണം. പക്ഷെ ഒരു സീരിയസ് മൂഡിലോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൂഡിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ പടം കാണുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച് മാത്രമേ. റേറ്റിംഗ് ആണെങ്കിൽ ഒരു 6.5 6 ഒക്കെ കൊടുക്കാവുന്ന അത്രയ്ക്ക് ഉള്ളൂ. അല്ലാതെ വേറെ തിയേറ്റർ റിവ്യൂ വന്ന കണക്കൊന്നുമായിട്ട് എനിക്ക് ഈ OTT വേണ്ടി പടം കണ്ടപ്പോൾ തോന്നിയില്ല. മമ്മൂട്ടിയുടെ ക്യാമിയോക്ക് വേണ്ടി മാത്രം ചെയ്ത പോലത്തെ ഒരു പടം, അല്ലെങ്കിൽ അതിനെ ആ ക്യാമിയോ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ബാക്കി കുറെ കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ലാസ്റ്റത്തെ ഒരു ഫൈറ്റിന് വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ ഇനി ഇതേപോലെ ഏതെങ്കിലുമൊക്കെ OTT പടങ്ങൾ, ഞാൻ മാക്സിമം ഞാൻ പഴയ പടങ്ങൾ കണ്ടിട്ട് OTTയുടെ സിനിമ പഴയ പടങ്ങൾ കണ്ടിട്ടേ റിവ്യൂ ഇടാനാണ് നോക്കുന്ന. ഒരു 1-2 മാസത്തിനകത്ത് തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് തിയേറ്റർ റിവ്യൂ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചത്താപ്പച്ച കണ്ടിത് എനിക്ക് പറയണമെന്ന് തോന്നി ഈ പടം. കാരണം ഇത്തിരി ഒരു പൊട്ടിക്ക് ഹൈപ്പ് കൂട്ടി വെച്ചിരുന്നാണ് എനിക്ക് തോന്നി. എന്റെ ഒരു അഭിപ്രായത്തില് ജിങ്കാന ഇത് ചത്താപ്പച്ച പിന്നെ RTX കുറച്ചുകൂടെ ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്കൊരു തിയേറ്റർ വൈബ് എൻജോയ്മെന്റ് എനിക്ക് കിട്ടിയ ഒരു പട്ടക്ക് ഇടിപ്പടം, കിഞ്ചൽ ഇടിപ്പടം എന്നൊക്കെ ആ ഒരു ലെവലിൽ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലുമാല തന്നെയാണ്. അതില് യാതൊരു ഇതുമില്ല. അപ്പൊ ഞാൻ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തല്ലുമാല, 2 അജഗജാന്തരം, ജിങ്കാനയും ഇതൊന്നും ഞാൻ കൂട്ടണ പോലും ഇല്ല. എന്നാലും ഒരു അടിപ്പടം എന്നുള്ള രീതിയിൽ 3ാമത് ജിങ്കാന, 4ാമത് 3ാമത് ചത്താപ്പച്ച, 4ാമത് ജിങ്കാന, ഇങ്ങനെ പോയി. ഇതിന്റെ ഇടയിൽ വേറെ കുറെ അടിപ്പടങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇതിനെക്കാട്ടിയൊക്കെ കിടിലായിട്ട് എനിക്ക് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 18ാം പടിയൊക്കെ വിഷയം പടമായിരുന്നു. പിന്നെ അത് മെക്സിക്ക ഭാരതയിലേക്ക് ഫൈറ്റ് സീനൊക്കെ, അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നിയ സീനുകളൊക്കെ. ഇതില് എനിക്ക് ചത്താപ്പച്ച കണ്ടിട്ട് അതേപോലത്തെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. സോ അപ്പോ OTT പടങ്ങളുടെയും റിവ്യൂ ആയിട്ട് കുറച്ച് നാൾ നമുക്ക് നീണ്ടു പോവാം. 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് തിയേറ്റർ റിവ്യൂ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. See you next video.
Until then, see you. Bye bye.